നമസ്കാരം. ആശംസ പ്രസംഗം ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാസം കുറഞ്ഞ സമയം കൊണ്ട് നിർവഹിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗമാണ് ആശംസ പ്രസംഗം. പുതിയ ആളാണെങ്കിൽ പോലും അനായാസം നിർവഹിക്കാൻ കഴിയുന്ന ചെറിയൊരു പ്രസംഗം കൂടിയാണ് ആശംസ പ്രസംഗം. ഏതൊരു പ്രസംഗം പോലെ തന്നെ ഒരു തുടക്കം വേണം, ഒടുക്കവും വേണം. പേര് പോലെ തന്നെ ആശംസ പ്രസംഗം. ആ പരിപാടിക്ക് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എന്നാൽ അത് സ്റ്റെപ്പായി കൊണ്ട് ചെയ്യണമെന്ന് മാത്രം. എങ്ങനെ? ഏതൊരു പ്രസംഗമാണെങ്കിലും അഭിസംബോധന നിർബന്ധമാണല്ലോ. സ്റ്റേജിലും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ആരെയാണോ നാം അഭിസംബോധന ചെയ്യുന്നത് അവരെ നാം ഒന്ന് പേരെടുത്ത് പറയാം. എന്നിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുണ്ട്. ആ സംഘടനയെ ഒന്ന് പ്രശംസിക്കുക. ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്, ഇനിയും ഒത്തിരി പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ പറയാം. പിന്നെ ആ പ്രതിപാദ്യ വിഷയമുണ്ട്, ആ വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാം. എന്തെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണല്ലോ എന്തൊരു പരിപാടി, സെമിനാർ ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടാകുക. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് അല്പം, ഇപ്പോ എന്ത് വിഷയമാണെങ്കിലും, എന്തെങ്കിലും പരിപാടികളാകാം, എന്ത് പരിപാടിയാണെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രസംഗ പരിശീലനമാണെന്ന് വെക്കട്ടെ. പ്രസംഗ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. എന്നെ ഇതിനെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. നമ്മൾ ക്ഷണിച്ചു, സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഒരു അഭിസംബോധന വലിയ അഭിസംബോധനക്കാരല്ല, ചെറിയ പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ അഭിസംബോധനയെ മതി. കാരണം ചെറിയ കുട്ടിക്ക് വലിയ തല എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് അത്രയും സമയം എടുക്കൂല പ്രസംഗത്തിന്. അപ്പോൾ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇന്ന പരിപാടി ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ള പ്രസംഗകലയുടെ പ്രാധാന്യം എന്ന വിഷയം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ. 27 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൽഫാൻ കർട്ടൻസ്, കാളികാവ് റോഡ്, വണ്ടൂർ. വിഷയത്താസ്പദമാക്കി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിലുള്ള നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനു മുമ്പ് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനോപകാരപ്രദമായ പല പദ്ധതികളും ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പലതും ഇന്ന് ഈ ഒരു കാലഘട്ടത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്, അങ്ങനെ ഒരു വിഷയമാണ് പ്രസംഗത്തിന്റെ പ്രാധാന്യം എന്നുള്ളത്. പ്രസംഗം എന്ന് പറയുമ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി നിർഗളം ജനലക്ഷങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഒരു PTA മീറ്റിംഗ്, കുട്ടിയുടെ പ്രശ്നങ്ങൾ അവിടെ എണീറ്റ് നിന്ന് പറയണം. അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഗെറ്റ് ടുഗദർ നമ്മുടെ ഓഫീസിൽ, അല്ലെങ്കിൽ എന്ത് സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അതിലൊരു പ്രസംഗം നിർവഹിക്കണം. അങ്ങനെ എന്തെന്ത് ഇതിലുണ്ട്, അതിലൊക്കെ പ്രസംഗി 4 ആൾ കൂടുന്നിട്ട് 4 വാക്ക് സംസാരിക്കുന്നവരാണ് അറിയപ്പെടുക. നമ്മൾ നല്ല സംഘാടകനായിരിക്കാം, നല്ല പ്രവർത്തകനായിരിക്കാം, പക്ഷേ മൈക്കയുടെ മുന്നിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അറിയപ്പെടാതെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ഈ ഒരുമ ട്രസ്റ്റിനെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നു. ഇനി ഇത്തരം ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ, ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദാറ്റ്സ് ഓൾ, അത്രയും മതി. അപ്പോൾ ഒരു അഭിസംബോധന വേണം, അപ്പോൾ വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കണം, ആ സംഘാടകരെ ഒന്ന് പ്രശംസിക്കാം, അവസാനം ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ആശംസ പറയാൻ മറക്കരുത്. അതാണ് നമ്മുടെ മെയിൻ കാര്യം. ആശംസ പറയാൻ മറക്കരുത്. ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ആശംസ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, അല്ലെങ്കിൽ നിർത്തുന്നു, വിരാമമിടുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മുടെ ഇതിനനുസരിച്ച് അത്രേ വേണ്ടൂ. 2-3 മിനിറ്റ്, അത്രയും ചിലപ്പോൾ സമയം കാണില്ല വൈകിയ വേളയിലേക്ക്.
അപ്പോൾ ആശംസ പ്രസംഗം ഏത് പ്രസംഗത്തെ പോലെ തന്നെ ഒരു അഭിസംബോധന വേണം, വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കണം, പിന്നെ ആശംസ അർപ്പിച്ചുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഒരു ആശംസ പ്രസംഗത്തിന്റെ ലളിതമായ മാതൃക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.